പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ ഫീ കുല്ലി ലൈല. ഈ മഹത്തായ ദിവസത്തിന്റെ രാവിൽ, എല്ലാ രാവിലും പടച്ച റബ്ബ് നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരാ, ചിന്തിച്ചു നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ വ്യാപ്തി. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിലുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. നമുക്ക് പ്രിയപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്, ഇഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നൽകാത്ത തൗഫീഖ്, അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകി. അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. സഹോദരാ, ഈ മാസത്തിനെ ശക്തമാക്കാൻ, ഈ അതിഥിയെ സ്വീകരിക്കാൻ ഇതിലൂടെ പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞ ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരാൻ എന്ന് പറഞ്ഞ അതിശക്തമായ മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ ചില പ്രവർത്തനങ്ങൾ നാം ചെയ്തേ തീരൂ. അതാവർത്തിച്ചാവർത്തിച്ചു നാം മനസ്സിലാക്കണം. ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശക്തമായ ഒരു പ്രതിജ്ഞ പുതുക്കാൻ നമുക്കിന്ന് സാധിക്കണം. ആ ഒരു പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടായിരിക്കണം ഈ പള്ളിയുടെ ചുമരുകൾക്കുള്ളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടത്, ഈ ജുമഅ അവസാനിപ്പിക്കേണ്ടത്. അത്തരം ഒരു പ്രതിജ്ഞ പുതുക്കാൻ മനസ്സിന് സാധിക്കാത്തവൻ ഈ വിശുദ്ധ മാസത്തെ ആദരിക്കാത്തവനാണ്, ബഹുമാനിക്കാത്തവനാണ്. അതിശക്തമായ അതിഭീകരമായ പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അവൻ തരണം ചെയ്യേണ്ടി വരുമെന്ന് വിസ്മരിക്കാതിരിക്കുക. തമാശയല്ല, കളിയല്ല. നമുക്ക് പരിഹസിക്കാനും തമാശയാക്കാനും കളിക്കാനുമുള്ളതല്ല പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീൻ. ആ ദീനിന്റെ ഇതുപോലെയുള്ള ചിഹ്നങ്ങൾ എന്ന് മറക്കാതിരിക്കുക. സഹോദരങ്ങളെ, നാം ഒരുപാട് പ്രവർത്തികൾ ചെയ്തു കൂട്ടേണ്ടതുണ്ട്. കഠിനമായി അധ്വാനിക്കാനുള്ള ശക്തമായ വ്രതവുമായി മുമ്പോട്ട് വരിക. നമ്മുടെ വ്രതമെന്ന് പറയുന്നത് കേവലം ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കലല്ല. നാമും മറ്റു സമുദായങ്ങളും തമ്മിലുള്ള നോമ്പിന്റെ വ്യത്യാസം അതാണ്. അത് നമ്മൾ അറിഞ്ഞതാണ്. ഭക്ഷണം കഴിക്കാതിരുന്നു എന്നതൊരു പ്രശ്നമല്ല, വെള്ളം കുടിക്കാതിരുന്നു എന്നതൊരു പ്രശ്നമല്ല. പ്രശ്നം നമ്മുടെ മനസ്സിനെ ശക്തമായ ഒരു കയറിട്ട് പിടിച്ചു മുറുക്കിക്കെട്ടാൻ നമുക്കാവുമോ എന്നതാണ്. ഒരു ശക്തമായ കടിഞ്ഞാൺ. ആ കടിഞ്ഞാൺ ഇടേണ്ടത് നമ്മുടെ മനസ്സിനാണ്, ഭക്ഷണത്തിനല്ല. നമ്മുടെ വിചാരത്തിനാണ്, അന്നപാനീയങ്ങൾക്കല്ല. സാധിക്കുമോ നമുക്ക്? ജാബിർ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിച്ചത്, വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ച സംഭവം അതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇദാ സംത ഫല്യസും സമഅക വബസറക വലിസാനക. നീ നോമ്പനുഷ്ഠിച്ചാൽ നോമ്പ് നോക്കേണ്ടത് നിന്റെ കണ്ണാണ്, നിന്റെ കാതാണ്, നിന്റെ നാവാണ്. അനിൽ ഖദിബി വൽ മഹാരിം, ചീത്തവാക്കുകളിൽ നിന്ന്, കളവുകളിൽ നിന്ന്, വദഅൽ ജാർ, അയൽവാസിയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നീ വിട്ടു നിൽക്കണം. വല്യകുൻ അലൈക വഖാറുൻ വസകീന, നിനക്കൊരു ഗാംഭീര്യമുണ്ടാകട്ടെ, നിനക്കൊരടക്കമുണ്ടാകട്ടെ, നിനക്കൊരു ഒതുക്കമുണ്ടാകട്ടെ. വലാ തജഅൽ യൗമ സൗമിക വയൗമ ഫത്രിക സവാ, നോമ്പിന്റെ ദിവസവും നോമ്പല്ലാത്ത ദിവസവും ഒന്നാക്കി നീ കണക്കാക്കരുത് കേട്ടോ. ശക്തമാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. കടിഞ്ഞാണിടേണ്ടത് എവിടെയാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. അതാണ് ഇസ്ലാമിലെ നോമ്പിന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ച റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി റബ്ബ് നൽകിയ ഈ മഹത്തായ ദിവസങ്ങൾ, ആ ദിവസങ്ങളെ കുറിച്ച് റബ്ബ് പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അയ്യാമൻ മഅദൂദാത്ത്, അയ്യാമൻ മഅദൂദാത്ത്. നിങ്ങൾക്ക് എണ്ണി തീർക്കാവുന്ന കുറച്ച് ദിവസങ്ങൾ, പറയപ്പെടാനുള്ള ഒരു ദിവസമൊന്നുമില്ല. അത് അയ്യാമൻ മഅദൂദാത്ത്. എന്താ അതിന്റെ അർത്ഥം? മഅദൂദാത്ത്, നിങ്ങൾക്ക് എണ്ണാവുന്ന, ഇപ്പോൾ വേണമെങ്കിൽ ഒരു മൂലയിൽ നിന്ന് നിങ്ങൾക്ക് എണ്ണി തീർക്കാവുന്ന ദിവസങ്ങൾ. ഒരുപാട് സമയമുണ്ട് എന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ കാണുന്നില്ലേ ഈ ദിവസത്തിലെ, ഈ റമളാനിലെ ദിവസത്തിലെ മണിക്കൂറുകൾ എത്ര പെട്ടെന്നാണ്, എത്ര ധൃതിയിലാണ് നമ്മോട് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ധൃതിയിൽ, എന്തൊരു സ്പീഡിലാണ്. ഷഅബാനിലെ മണിക്കൂറുകളല്ല റമളാനിലെ മണിക്കൂർ, ഷഅബാനിലെ മിനിറ്റുകളല്ല റമദാനിലെ മിനിറ്റുകൾ, ഷഅബാനിലെ സെക്കൻഡുകളല്ല റമദാനിലെ സെക്കൻഡുകൾ. എത്ര സ്പീഡിൽ, എത്ര ദ്രുതഗതിയിൽ. വേണമെങ്കിൽ പിടിച്ചോ, ഞാനിപ്പോൾ പോകും എന്നത് പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, ചിന്തിക്കുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ
ഏറ്റവും വലിയ ലക്ഷ്യം, ഏറ്റവും വലിയ ആഗ്രഹം അത് പൂവണിയുക, അത് പൂവണിയിപ്പിക്കുക, അത് പിടിച്ചു വാങ്ങുക, അതിന്റെ അവകാശികളാവുക. അത് സ്വർഗമാണ്. സ്വർഗം. അതിൽ കുറഞ്ഞൊന്നുകൊണ്ടും വിശ്വാസി തൃപ്തിപ്പെടരുത്. അതിൽ കുറഞ്ഞൊന്നുകൊണ്ടും വിശ്വാസി സമാധാനപ്പെടരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് അടുക്കാൻ, സ്വർഗത്തിലേക്ക് അടുക്കുന്നതിൽ നിന്ന് നമ്മെ തടുത്തു നിർത്തുന്നവയിൽ നിന്ന് അകലാൻ നമുക്കാവണം. നാം നമ്മെ ഒന്ന് ഞെരുക്കുക, ഒന്ന് മെരുക്കിയെടുക്കുക. ഇത് ഭക്ഷിക്കാനുള്ള മാസമല്ല, ചടഞ്ഞുകൂടാനുള്ള മാസമല്ല, ക്ഷീണമാണ് എന്ന് പറഞ്ഞ അലസനാകാനുള്ള മാസമല്ല, ടൈം പാസിങ്ങിന് വേണ്ടി തോന്നിയാസം കളിക്കാനുള്ള മാസമല്ല. ഇത് വിശുദ്ധിയുടെ, വൃത്തിയുടെ, സംസ്കരണത്തിന്റെ മാസമാണ്. നമുക്ക് സാധിക്കണം. ഒന്നാമതായി നാം സംസ്കരിക്കപ്പെടേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ വന്ന പാളിച്ചകളിൽ നിന്നായിരിക്കണം. ആവർത്തിച്ചാവർത്തിച്ചു നാം പറഞ്ഞ കാര്യമാണ്. സഹോദര, റബ്ബിന്റെ മുമ്പിൽ ഫക്കീറുമാരാണ് നമ്മളെല്ലാം, ദരിദ്രന്മാരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? അറബി ഭാഷയിൽ ഫക്കീർ എന്ന പദത്തിന്റെ അർത്ഥം ആവശ്യക്കാരൻ എന്നാണ്. ആവശ്യക്കാരൻ, ഇല്ലാത്തവനെന്നല്ല, ആവശ്യക്കാരനാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അല്ലേ? സത്യവിശ്വാസികളെ, ക്ഷമിക്കണം, ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനി, ആവശ്യമില്ലാത്തവൻ അല്ലാഹു മാത്രമാണ്. വല്ലാഹു ഹുവൽ ഗനി. അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യക്കാരെ, അള്ളാഹുവിന്റെ വാചകം, ആവശ്യക്കാരെ, അള്ളാഹുവിനോട് ആവശ്യങ്ങളുമായി പടച്ച റബ്ബിലേക്ക് ചെല്ലുക. ഒന്നാമത്തെ ആവശ്യം, ദിവസം തോറും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെ കൊണ്ടും, അവയവമാണോ അല്ലയോ എന്നിപ്പോഴും സംശയമുള്ള മനസ്സിനെ കൊണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓർക്കണം, സത്യവിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ വന്ന വാചകം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖാഇദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെയാകണം. ആ മല ഏത് സമയത്തും തന്റെ മേൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്ന് കരുതുന്നവനെ പോലെ പേടിച്ചിരിക്കേണ്ടവനാണ് സത്യവിശ്വാസി. പേടിച്ചിരിക്കുക ഒരു മലയുടെ താഴെ. ഏത് സമയത്തും ഈ മല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. അതാണ് സത്യവിശ്വാസി. ആ രൂപത്തിൽ തന്റെ തെറ്റുകളെ അവൻ കാണണം. തന്റെ തെറ്റുകൾ തന്നെ ഏത് സമയത്തും നശിപ്പിക്കാം, ഏത് സമയത്തും തന്നെ അപകടപ്പെടുത്താം. എന്നാൽ ഇതിന്റെ നേരെ വിപരീതമുള്ള അവസ്ഥ, ഫാജിറിന്റെ കഥ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചാൽ നമ്മളാണോ എന്ന് തോന്നിപ്പോകും. ഫാജിറിന്റെ അവസ്ഥ, അവൻ തെറ്റുകളെ കാണുക തന്റെ മൂക്കിന്റെ മുമ്പിലൂടെ പാറിപ്പോയ ഒരു ഈച്ചയെ പോലെയായിരിക്കും. നമ്മൾ ആ കൂട്ടത്തിലാണോ? ഒരു തെറ്റ് ചെയ്തിട്ട് നമുക്ക് യാതൊരു പ്രയാസം തോന്നുന്നില്ല, ഒരു ഈച്ച മൂക്കിന്റെ മുമ്പിലൂടെ പാറിപ്പോയ പ്രതീതിയാണോ? അതല്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശദീകരിച്ചതുപോലെയുള്ള ഒരു പൊളിഞ്ഞു വീഴാറായ ഒരു മലയുടെ താഴെ ഇരിക്കുന്നവന്റെ പോലെയുള്ള ഒരു പ്രകൃതമാണോ? സഹോദരാ, ചിന്തിക്കുക. നാം ആദ്യത്തേതിൽ പെടണം. അള്ളാഹു അതിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് ആവർത്തിച്ച് ഇതുപോലെയുള്ള ഒരുപാട് സീസണുകളും സന്ദർഭങ്ങളും നൽകി അള്ളാഹു ചോദിക്കുന്നു, അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു. അവർക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്തുകൂടെ? അള്ളാഹുവിനോട് തങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരാൻ അപേക്ഷിച്ചുകൂടെ? വല്ലാഹു ഗഫൂറുർ റഹീം. വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. നിങ്ങൾക്ക് ധാരാളം പുറത്തു തരുന്നവനാണ്, നിങ്ങളോട് വല്ലാതെ കരുണയുള്ളവനാണ്. എന്തുകൊണ്ട് നമുക്ക് ആവശ്യപ്പെട്ടുകൂടാ? സഹോദര, കാത്തു നിൽക്കല്ലേ. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു, വഅസ്തഗ്ഫിറൂ റബ്ബക്കും തുമ്മ തൂബൂ ഇലൈഹി. അവരോട് പറയൂ നബിയെ, ഒന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ, ഒന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറയൂ നബിയെ അവരോട്. അവർ ഇസ്തിഗ്ഫാർ നടത്തട്ടെ. സുമ്മ തൂബൂ ഇലൈഹി, എന്നിട്ട് ഇസ്തിഗ്ഫാർ നടത്തിയിട്ട് പാപമോചനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് ആ അപേക്ഷിച്ച പോലെ ജീവിതം നിലനിർത്താൻ അവർ ശ്രമിക്കട്ടെ. എന്നാൽ യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ,
നിർണയിക്കപ്പെട്ട ഒരവധി വരെ അവർക്ക് നല്ല സുഖം അള്ളാഹു നൽകും. എല്ലാ തരത്തിലുള്ള ശ്രേഷ്ഠതയും അവർക്ക് നൽകും. നമുക്ക് വേണ്ടേ അള്ളാഹുവിന്റെ ശ്രേഷ്ഠത, അള്ളാഹുവിന്റെ ഔദാര്യം വേണ്ടേ നമുക്ക്? നാം ഈ പറയുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞാൽ റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കാതെ പോയാൽ ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. ഫഇന്നി അഖാഫു അലൈക്കും, ഇദാ ഞാൻ അവർക്ക് ഭയപ്പെടുകയാണ്, അദാബ യൗമിൻ കബീർ, കഠിനമായ വേദനയുള്ള ദുരിതപൂർണമായ ഒരു ദിവസത്തെ ശിക്ഷ ഞാൻ അവർക്ക് ഭയപ്പെടുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദര, വല്ലാഹു ഗഫൂറുർ റഹീം, വല്ലാഹു ഗഫൂറുർ റഹീം. ഗഫൂറായ റഹീമായ റബ്ബ്, ആ റബ്ബ് നമ്മോട് പറയുന്നു വമല്ലം യതുബ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ സന്ദർഭങ്ങളൊക്കെ അവർക്ക് നൽകിയിട്ടും അവർ പശ്ചാത്തപിച്ചില്ലെങ്കിൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമികൾ. അല്ലേ, അവർ തന്നെയാണ് അക്രമികൾ. നമ്മളാണോ അക്രമികൾ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ചിന്തിക്കുക, എത്രയെത്ര സ്ഥലത്താണ് പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കാണിക്കാൻ വേണ്ടി ഈ വാചകം പറഞ്ഞത്. എത്രയെത്ര സ്ഥലത്ത്, എത്രയോ സ്ഥലത്ത് അള്ളാഹു ആവർത്തിച്ച് അത് പഠിപ്പിച്ചു. റഹീമുൻ വദൂദ് വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബീ റഹീമുൻ വദൂദ്. അല്ലാഹ് വസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക ജനങ്ങളെ, സുമ്മ തൂബൂ ഇലൈഹി, തൗബ ചെയ്യുക ജനങ്ങളെ. ഇന്ന റബ്ബീ, നിശ്ചയമായും എന്റെ റബ്ബ്, റഹീമുൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പദം, കരുണയുള്ളവൻ, വദൂദ്, സ്നേഹമുള്ളവൻ. റബ്ബിന് നമ്മോട് സ്നേഹമാണ്. വദൂദാണ് റബ്ബ്, ഗഫൂറായ റഹീമായ വദൂദായ റബ്ബ്. സഹോദരങ്ങളെ, ആ റബ്ബ് നമ്മളോട് പറയുന്നു തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചിന്തിച്ചു നോക്ക്, എത്രയെത്ര തെറ്റുകളാണ് ദിനേന നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മുടെ മനസ്സും നമ്മുടെ കാലും നമ്മുടെ കൈയും എല്ലാം എന്തൊക്കെ വീഴ്ചകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ആരോടും വിളിച്ചു പറയണ്ട, നമ്മുടെ മനസ്സിനോട് മാത്രം മന്ത്രിക്കുക. ആരും കേൾക്കാത്ത, ആരും അറിയാത്ത തെറ്റുകൾ, ആരും കാണാത്ത തെറ്റുകൾ, എത്രയെത്ര കൂരിരുട്ടിൽ ആരും കാണാതെ നാം ചെയ്ത തെറ്റുകൾ, വാതിലുകൾ കൊട്ടിയടച്ച് നാം ചെയ്ത അബദ്ധങ്ങൾ. ചിന്തിച്ചു നോക്കൂ, എത്രയാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളിത്തിരയിലെന്ന പോലെ മറിഞ്ഞ് മിന്നി വരുന്നത്. അവയൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് ഉയർത്തുക. എന്നിട്ട് റബ്ബിനോട് പറയുക, നാഥാ, ഈ വിശുദ്ധ റമളാനിന്റെ പവിത്രതയിൽ ഞാൻ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നോമ്പ് കൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖിയാമുൽ ലൈൽ കൊണ്ട്, ഞാൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഫള് കൊണ്ട്, നാഥാ, എനിക്ക് നീ പുറത്തു തരണമേ എന്ന് മനസ്സിൽ നിന്ന് ഗദ്ഗദം ചാലിച്ച് പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തുക. അത് നടത്താത്തവൻ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവൻ അക്രമിയാണ്, അക്രമികളുടെ കൂട്ടത്തിലാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരാ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ തൗബയുടെ, ഈ പശ്ചാത്താപത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ ശക്തി എത്രയാണെന്ന്? ഒരു തെറ്റ് റബ്ബിനോട് ചെയ്ത് എന്നിട്ട് ആ തെറ്റിൽ നിന്ന് പശ്ചാത്താപിച്ചു മടങ്ങുന്നത് റബ്ബിന് എന്തുമാത്രം ഇഷ്ടമാണ്, സ്നേഹമാണ് എന്ന് നാം മനസ്സിലാക്കിയതാണ്. ആ അടിമയെ റബ്ബ് വല്ലാതെ സ്നേഹിക്കുന്നു. തെറ്റ് ചെയ്തിട്ടേ, റബ്ബിനോട് തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങിയത് നാം മനസ്സിലാക്കുക. വിശുദ്ധ ദീൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായ പ്രായോഗിക രൂപമാണ്. നിങ്ങൾ ചിന്തിക്കണം, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് കേവലം ഒരാശയമായി പുസ്തകങ്ങളിൽ എഴുതി വെക്കുകയല്ല ചെയ്തത്. അതിന്റെ കൃത്യമായ ജീവിക്കുന്ന രൂപം സഹാബത്തിലൂടെ റബ്ബ് നമുക്ക് കാണിച്ചു തന്നു. ഓർക്കണം നിങ്ങൾ, അതും ദുർബലരിൽ ദുർബലരായ, മനസ്സേറ്റവും കൂടുതൽ ദുർബലരായ നമ്മുടെ സഹോദരിമാരിലൂടെ, സഹാബി വനിതകളിലൂടെ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കാണിച്ചു തന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഒരു പെണ്ണ് കടന്നു വരുന്നു. ആ പെണ്ണ് വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നി ഖദ് സനൈത് ഫതഹിർനി. റസൂലുള്ളാഹ്,
ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം. റസൂലുള്ളാഹി കണ്ടിട്ടില്ല വ്യഭിചരിച്ചത്, സഹാബത്ത് കണ്ടിട്ടില്ല, പോലീസോ പട്ടാളമോ എക്സിക്യൂട്ടീവോ ജുഡീഷ്യറിയോ കണ്ടതല്ല, CBI-യോ ക്രൈംബ്രാഞ്ചോ കണ്ടുപിടിച്ചതല്ല. ഓർക്കണം നിങ്ങൾ ആ മനസ്സിന്റെ ശക്തി. ഒരു പാവം പെണ്ണ് റസൂലുള്ളാഹിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പറയുന്നു, റസൂലേ, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കാതെ തിരിച്ചയച്ചു. അവര് തിരിച്ചുപോയി. പിറ്റേ ദിവസവും ആ പെണ്ണ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് അതേ വാചകം പറയുന്നു. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലിമ തറുദ്ദുനി, അള്ളാഹിന്റെ റസൂലേ, എന്തിനാണ് നിങ്ങൾ എന്നെ മടക്കി അയക്കുന്നത്? എന്നെ ഒന്ന് ശുദ്ധീകരിച്ചു തരണം. എനിക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല ഈ രൂപത്തിൽ, ഈ കോലത്തിൽ. ഞാൻ വ്യഭിചരിച്ചു പോയി, തെറ്റ് ചെയ്തു പോയി. നോക്കൂ നിങ്ങൾ സഹോദര, ആരും കണ്ടിട്ടില്ല, റബ്ബ് മാത്രമേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിക്കാത്ത ആ പെണ്ണിനോട് ആ പെണ്ണ് വീണ്ടും പറഞ്ഞു നബിയോട്, ലഅല്ലക അൻ തറുദ്ദനി കമാ റദത്ത മാഇസൻ, മാഇസിനെ മടക്കിയതുപോലെ എന്നെ മടക്കാമെന്നാണല്ലേ അങ്ങ് കരുതുന്നത്? മാഇസിന് മുമ്പ് നബി അങ്ങനെ മടക്കിയിട്ടുണ്ട്. മടക്കാൻ സാധ്യമല്ല. ആ സ്ത്രീ നബിയോടൊരു സത്യം പറയുന്നു, ഫവല്ലാഹി ഇന്നി ലഹുബ്ല, അല്ലാഹുവാണ് സത്യം റസൂലേ, ഞാൻ ഗർഭിണിയാണ്, എന്നെ അങ്ങേക്ക് മടക്കാൻ സാധ്യമല്ല. ഞാൻ വ്യഭിചരിച്ചു എന്നതിന്റെ രേഖയുമായാണ് ഞാൻ വന്നത്, ഞാൻ ഗർഭിണിയാണ് റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കി ആ പെണ്ണിനോട് പറഞ്ഞു, ഫദ്ഹബി ഹത്താ തലിദി, പോടി പെണ്ണെ, പ്രസവിച്ചു വാ. നിന്റെ ഗർഭാശയത്തിലുള്ള കുട്ടിയെ ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല, പ്രസവിച്ചു വാ. അതാ മാസങ്ങൾ കഴിഞ്ഞ ആ പെണ്ണ് വീണ്ടും തിരിച്ചു വരുന്നു. പ്രസവിച്ച പെണ്ണ്, ആ പെണ്ണ് തിരിച്ചു വരുന്നത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. തിരിച്ചു വരുന്നത് ഒരു പഴയ തുണിക്കഷ്ണത്തിൽ ഒരു ചോരക്കുഞ്ഞിനെയും പൊതിഞ്ഞാണ്. നിഷ്കളങ്കമായ ആ ചോരക്കുഞ്ഞിനെ ഒരു പഴയ തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് ആ സ്ത്രീ നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് വന്ന് പറയുന്നു, ഹാദാ വഖദ് വലത്തു, ഇതാ നബിയെ, ഞാൻ പ്രസവിച്ചു കഴിഞ്ഞു, എന്നെ ഒന്ന് ശുദ്ധിയാക്കി തരണം. തിരുമേനി ആ പെണ്ണിനെ തിരിച്ചയച്ചുകൊണ്ട് പറഞ്ഞു, ഇദ്ഹബി ഫഅർദിഇഹി ഹത്താ തുഫ്തിമി, പോ പെണ്ണെ, പോ, എന്നിട്ട് ആ പെണ്ണിന് പാല് കൊടുക്ക്, മുല കൊടുക്ക്, മുലകുടി വറ്റട്ടെ, 2 വർഷം കഴിയട്ടെ, എന്നിട്ട് വാ. ആ സ്ത്രീക്ക് സഹനമില്ല, ക്ഷമയില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് വീണ്ടും തിരിച്ചു വരുന്നു തിരുമേനിയുടെ സന്നിധിയിലേക്ക്. നബിയെ, ഇതാ ഞാൻ ഈ കുട്ടിയെ മുല കൊടുത്ത് തീർന്നിരിക്കുന്നു. കൊണ്ടുവന്നത് വെറുതെയല്ല, ആ കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ റൊട്ടി കഷ്ണമുണ്ട്. ആ റൊട്ടി കഷ്ണം കുട്ടി ഈമ്പിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടി സ്വയം ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു എന്ന സമയം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെ വാങ്ങുന്നു. എന്നിട്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹോദരനെ ആ കുട്ടിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുഴി കുഴിക്കാൻ ആവശ്യപ്പെടുന്നു. ആ കുഴിയിൽ ഈ പെണ്ണിനെ താഴ്ത്തി നിർത്തുന്നു. ആ കഴുത്ത് വരെ ആഴമുള്ള, ഈ സ്ത്രീയുടെ കഴുത്ത് വരെ ആഴമുള്ള ഒരു കുഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറയുന്നു, ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലാൻ. സഹോദരാ, ചിന്തിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുകയാണ്. ആ സമയത്ത് ആ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു കല്ലെടുത്ത് ആ പെണ്ണിന്റെ തലക്കെറിഞ്ഞു. ആ സമയത്ത് തലപൊട്ടി രക്തം ചീറ്റിയത് ഖാലിദിന്റെ മുഖത്തേക്കായിരുന്നു. ആ സമയത്ത് ഖാലിദ് ഒരു ചീത്ത വാക്ക് ആ പെണ്ണിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന് അത് സഹിക്കാൻ സാധിച്ചില്ല. റസൂൽ അത് കേട്ടപ്പോൾ റസൂൽ വികാരാധീനനായി. അദ്ദേഹം പറഞ്ഞു, മഹ്ലൻ യാ ഖാലിദ്, മഹ്ലൻ, ഫവല്ലദി നഫ്സി ബിയദിഹി ലഖദ് താബത് തൗബതൻ ലൗ താബഹാ സാഹിബു മുഹ്സിൻ ലഗഫറ ലഹു. 2 വാചകം റസൂൽ പറഞ്ഞു. ഖാലിദേ, നിക്ക്, അവകാശമില്ല ഖാലിദെ പറയാൻ, അവകാശമില്ല ചീത്ത വിളിക്കാൻ. നിനക്കറിയാമോ ആ പെണ്ണ് നടത്തിയ തൗബയുടെ ശക്തി വലുപ്പം എത്രയാണെന്ന് നിനക്കറിയാമോ? ആ പെണ്ണ് നടത്തിയ തൗബ ലൗ താബഹാ സാഹിബു മുഹ്സിൻ ലഗഫറ ലഹു. ടാക്സ് പിരിക്കുന്ന, സക്കാത്ത് പിരിക്കുന്ന സൂക്ഷ്മതയില്ലാത്ത ഒരുത്തൻ ആണ് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നത് എങ്കിൽ അവന് പോലും പുറത്തു കൊടുക്കാവുന്ന അത്ര വിശാലമായ തൗബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു, ലൗ താബഹാ
ലഖദ് താബത് തൗബതൻ ലൗ ഖുസ്സിമത് ബൈന 70 മിൻ അഹ്ലിൽ മദീന വസിഅതുഹും. നിനക്കറിയാമോ ഖാലിദ്, ആ പെണ്ണ് ചെയ്ത തൗബന്റെ വലിപ്പം നിങ്ങളെപ്പോലെയുള്ള മദീനയിലെ എന്റെ കൂടെ ജീവിക്കുന്ന സഹാബത്തിലെ 70 ആളുകൾക്കിടയിൽ വിഭജിച്ചാൽ, 70 ആളുകൾ, നിങ്ങൾ 70 ആളുകൾ ഇരുന്ന് നടത്തിയ അത്ര ശക്തിയുള്ള തൗബയാണ് ആ പെണ്ണൊരുത്തി നടത്തിയത് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, ഇത് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഞാനതാ പറഞ്ഞത്, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് കഥ പറഞ്ഞതല്ല. സക്കാത്ത് കൊടുക്കാതെ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരെ, വഞ്ചന നടത്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നവരെ, മറ്റുള്ളവരുടെ ഹക്കും അവകാശവും പിടിച്ചു വെച്ചിട്ടുള്ളവരെ, മറ്റുള്ളവരെ അന്യായമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നവരെ, റബ്ബിന്റെയും റബ്ബിന്റെ സൃഷ്ടികളുടെയും അവകാശങ്ങളിൽ കൈകടത്തിയിട്ടുള്ളവരെ കാത്തു നിൽക്കരുത്. അള്ളാഹുവിലേക്ക് മടങ്ങുക, അതിനുള്ള സന്ദർഭമാണ്. നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ വിശുദ്ധ മാസത്തിൽ മിമ്പറിൽ കയറി. മിമ്പറിന് 3 സ്റ്റെപ്പാണ് തിരുമേനി ഇവിടെ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ കയറിയപ്പോൾ നബി പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും നബി ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കയറിയപ്പോഴും നബി ആമീൻ എന്ന് പറഞ്ഞു. ആളുകൾ അന്തം വിട്ടു. എന്താണ് ഈ ആമീന്റെ അർത്ഥം? സ്റ്റെപ്പ് കയറുമ്പോൾ ആമീൻ. സഹാബത്ത് ചോദിച്ചു, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ആമീനെയും വിശദീകരിച്ചു. അതിലൊന്ന്, ജിബ്രീലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, യാ മുഹമ്മദ്, മൻ അദ്റകഹു റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹു അല്ലാഹ് ഖുൽതു ആമീൻ. ജിബ്രീൽ വന്ന് പറഞ്ഞു, മുഹമ്മദേ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ അവകാശമുണ്ടായി, സാധിച്ചു, എന്നിട്ട് അവന്റെ പാപങ്ങൾ അവന് പൊറുക്കാൻ സാധിച്ചില്ല എങ്കിൽ അവനെ പടച്ച റബ്ബ് വിദൂരമാക്കട്ടെ, ശപിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞ പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് നാം ആലോചിക്കണം. പെട്ടുപോകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക, വിങ്ങുന്ന മനസ്സുമായി റബ്ബിലേക്ക് അടുക്കുക. അതാണ് ഈ മനസ്സിൽ നമുക്ക് ഈ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ പ്രവർത്തനം. മറന്നു പോകാതിരിക്കുക. ഏത് ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. തൗബന്റെ നിബന്ധനകൾ നിങ്ങൾക്കറിയാമല്ലോ. ഇനി ഒരിക്കലും തിരിച്ചു പോവുകയില്ല എന്ന് തീരുമാനിക്കണം. ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോവുകയില്ല എന്ന് ഉറപ്പിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് ഏതുപോലെ ഈ സഹോദരി നമുക്ക് കാണിച്ചു തന്ന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അതാണ്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, സ്വന്തം ജീവിതമാണ് നശിപ്പിച്ചത്. എന്തിനു വേണ്ടി? റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഭയം കൊണ്ട്. അതുകൊണ്ട് ഭയപ്പെടുക സഹോദരങ്ങളെ. രണ്ടാമത്തേത്, സഹോദരങ്ങളെ, മുഅ്മിനിന് പടച്ച റബ്ബ് ഒരു ഷറഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഹോണററി ബിരുദം റബ്ബ് പ്രഖ്യാപിച്ച മാസമാണിത്. ആ ബിരുദം വാങ്ങാൻ എല്ലാവരും തയ്യാറാവുക. ഇതേതെങ്കിലും നമ്മുടെ രാജ്യത്തെ, ലോകത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ ഹോണററി ബിരുദമല്ല. അത് വാങ്ങാൻ വേണ്ടി കോട്ടൂട്ട് നമ്മളൊക്കെ നടക്കും വേണമെങ്കിൽ, അല്ലേ? ഇതല്ല, ഇത് പടച്ച റബ്ബ് പ്രഖ്യാപിച്ച ബിരുദമാണ്.